ഇന്ന് നമുക്ക് ബനാന ബണ്ണ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സാധാരണ രീതിയിൽ ബനാന ബണ്ണ് തയ്യാറാക്കുമ്പം കുഴച്ച് പരത്തിയിട്ടാണ് നമ്മളിത് തയ്യാറാക്കുക. പക്ഷെ കുഴക്കുകയും പരത്തിയൊന്നും ചെയ്യാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് ആദ്യം ഇതിന് വേണ്ടി ഒരു പഴം എടുക്കണം. അത്യാവശ്യം നല്ല പഴുത്ത പഴം തന്നെ എടുക്കാം. ചെറിയ പഴമാണ് എടുക്കുന്നതെങ്കിൽ 2 ചെറിയ പഴം എടുക്കണം. ഇനി നമുക്ക് ഈ ഒരു പഴത്തിനെ ഒരു ഫോർക്ക് വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ പഴം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. അടുത്തതായി ഇതിലേക്ക് ചേർക്കുന്നത് തൈരാണ്. ഞാനിവിടെ 1/4 കപ്പ് നല്ല കട്ടിയുള്ള പുളി കുറഞ്ഞ തൈര് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്തുള്ള തൈര് നല്ല പുളിയുള്ളതാണെങ്കിൽ അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒരു 1/4 കപ്പ് ആക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല പുളിയുള്ള തൈര് ചേർക്കരുത്. പുളി കുറഞ്ഞ തൈര് വേണം നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിവിടെ തൈരും പഞ്ചസാരയും നന്നായിട്ട് ഈ ഒരു പഴത്തിലിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് മൈദയാണ്. ഞാനിതിലേക്ക് 1 കപ്പ് മൈദയാണ് ചേർക്കുന്നത്. മൈദ ചേർക്കുന്ന സമയത്ത് ഒന്നിച്ച് ചേർക്കരുത്, കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഞാനിവിടെ കുറച്ച് മൈദ ഈ ഒരു പഴത്തിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഈ ഒരു ബേക്കിംഗ് സോഡയും ഉപ്പും ചേർത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളവും മൈദയും ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കരുത്, അങ്ങനെയാകുമ്പോൾ നമ്മുടെ മാവ് ലൂസായി പോകും. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒട്ടും തന്നെ കട്ടയില്ലാത്ത വിധത്തിൽ മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പം ഇതിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. 1 കപ്പ് മൈദക്ക് 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വെള്ളവും മൈദയും ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇപ്പം ഞാനിവിടെ മാവ് കൈകൊണ്ട് നല്ലവണ്ണം അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇതുപോലെ നല്ല കട്ടിയുള്ള മാവായിരിക്കണം നമ്മൾ തയ്യാറാക്കേണ്ടത്. ഒരുപാട് ലൂസാവാൻ പാടില്ല. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. അഥവാ മാവ് കുറച്ച് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് ഒന്ന് കട്ടിയാക്കി എടുത്താൽ മതി. ഇനി നമുക്ക് ഈ ഒരു മാവിനെ അടച്ച് വെച്ച് 2 മുതൽ 4 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നിങ്ങൾക്ക് കൂടുതൽ സമയം വെക്കാൻ പറ്റുമെങ്കിൽ കൂടുതൽ സമയം തന്നെ വെക്കാം. അപ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് നല്ല കട്ടിയായിട്ടുള്ള മാവായി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ജീരകത്തിന് ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ജീരകത്തിൻ്റെ പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബണ്ണിന് വേണ്ടിയിട്ടുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം ഒരു പാൻ വെച്ച് ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ആദ്യം എണ്ണ നന്നായി തിളപ്പിച്ചെടുക്കാം. എണ്ണ നന്നായി തിളച്ച് വന്നതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമ്മൾ ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എണ്ണ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. തീ ഒന്ന് കുറച്ച് വെച്ച് നമുക്ക് മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ കളർ നന്നായിട്ട് മാറി വരുന്നത് വരെ നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ ഉൾഭാഗം വെന്ത് വരുന്ന സമയത്ത് ഇത് നന്നായിട്ട് പൊങ്ങി വരും. പൊങ്ങി വരുന്ന സമയത്ത് നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബണ്ണ് ഇവിടെ നന്നായി പൊങ്ങി നല്ല കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പാനിൽ നിന്ന് മാറ്റാം. ഇതുപോലെ നമുക്ക് മുഴുവനും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിൻ്റെ ഉൾഭാഗം നിങ്ങൾക്ക് പൊട്ടിച്ച് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ബനാന ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം.